മസാലകളൊന്നും വഴറ്റിയെടുക്കാതെ അധികം ഓയിലും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും മടിയന്മാർക്കും ഇപ്പോൾ പുതുതായിട്ട് കിച്ചണിലേക്ക് കയറുന്നവർക്കൊക്കെ പറ്റിയൊരു മുട്ട റോസ്റ്റാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 തക്കാളി. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി കുക്കറിലേക്ക് ഒരു 3 സവാള ചേർത്ത് കൊടുക്കുക, 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ലേ, ഗ്യാസ് ഓൺ ചെയ്യാതെ വഴറ്റാത്ത മസാലയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ അരച്ചെടുത്ത മസാലയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വേപ്പില, ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു ടൈമിലും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മസാല അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബൗളിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എളുപ്പത്തിൽ ഒരു മുട്ട റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ നമ്മൾ വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 3 മുട്ട, ഇത് 3 പേർക്കുള്ള മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് പിന്നെ ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 2 വിസിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ 2 വിസിലും വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുട്ട എടുത്ത് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുട്ട തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടി. പെട്ടെന്നാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിലൊട്ടും കുറവില്ലേ.